കാളി കാളി മഹാകാളി ഭദ്രകാളി നമോസ്തുതേ കുലം ച കുലധർമ്മം ച മാം ച പാലയ പാലയ. ചിത്തത്തിൽ വിളയാടിടുന്ന പരമജ്യോതി പ്രകാശത്തിനെ ചിത്തേ നിത്യമുറയ്ക്കുവാൻ കഴിവെനിക്കേകീടണേ അംബികേ. ഭക്തിജ്ഞാനവിരാഗമായ പടികൾ കേറാൻ സഹായിക്കണം. നിൽപ്പാനുള്ള മരുന്നു ഞാൻ കരുതിയില്ലമ്മേ പരം മേ ഭയം. ദേവീ ശരണം അമ്മേ. സുപ്രഭാതം, ശുഭദിനം. എല്ലാ ധന്യാത്മാക്കൾക്കും പുലർകാല വന്ദനം. ശ്രീമദ് ദേവി ഭാഗവത നിത്യപാരായണ പരമ്പരയുടെ ഇന്നത്തെ യജ്ഞവേദിയിലേക്ക്, സത്സംഗത്തിലേക്ക് എല്ലാ സജ്ജനങ്ങൾക്കും സുസ്വാഗതം. ഷഷ്ഠസ്കന്ധം 14-ാമത്തെ അധ്യായം നാം ഇന്നലെ മുതൽ അവലോകനം ചെയ്യാൻ തുടങ്ങി. വസിഷ്ഠൻ മൈത്രാവരുണന്മാർക്ക് എങ്ങനെ ജനിച്ചു എന്നുള്ള സംശയം, നിമി രാജാവ് അദ്ദേഹത്തിനെ എന്തിനാണ് ശപിച്ചത് എന്നുള്ള സംശയം ജനമേജയൻ ചോദിച്ചതിന് ഉത്തരം പറയുകയാണ്. ആദ്യം തന്നെ ആ എന്തിനു വേണ്ടി ശപിച്ചു എന്നുള്ളത് പിന്നീടാണ് വരുന്നത്. ആ കഥയെ പിന്നീടാണ് വിസ്തരിക്കുന്നത് ഇവിടെ വ്യാസൻ. പക്ഷേ തുടക്കത്തിൽ സാധാരണ നിയമങ്ങളനുസരിച്ച് പറയുകയാണ്, ഈ സത്വരജതമോ ഗുണങ്ങൾ ഈ പ്രകൃതിയുടെ ഭാഗമാണ്, അത് മായയ്ക്ക് അധീനമാണ് എന്നത് കാരണം കൊണ്ട് ഈ 3 ഗുണങ്ങളിലും ഏറ്റക്കുറവുകൾ എല്ലാവരിലും ഉണ്ടാവും. എത്ര മഹാത്മാക്കളായാലും തപസ്വികളായാലും അവരിലും ഈ മായയുടെ പ്രഭാവം ഉണ്ടാവാതെ കണ്ടിരിക്കില്ല. പക്ഷേ സാധാരണക്കാരായിട്ടുള്ള നമ്മളിലൊക്കെ ഇത് ഒരുപാടധികം പലപ്പോഴും ദിവസം പ്രതി കാണാൻ പറ്റും. ഒരു ദിവസം തന്നെ നമ്മൾ ജാഗ്രത അവസ്ഥയിൽ ഇരിക്കുമ്പോൾ പല സമയത്തും സത്വഗുണങ്ങൾ കൂടും, പല സമയത്തും രജോ ഗുണങ്ങൾ കൂടും, പല സമയത്തും തമോ ഗുണങ്ങൾ കൂടും. ഇതിൻ്റെ ഏറ്റക്കുറച്ചിലുകൾ നമ്മൾ ജാഗ്രത അവസ്ഥയിൽ ഇരിക്കുമ്പോൾ കണ്ടുകൊണ്ട് തന്നെ ഇരിക്കും. അത് ഉണ്ടായും ഏറിയും കുറഞ്ഞും ഇങ്ങനെ അത് സമുദ്രത്തിലെ തിരമാലകളെ മാതിരി, ചില തിരകളെ ചെറുത്, ചില തിരകളെ കുറച്ച് വലുത്, ചില തിരകൾ ഒരുപാട് വലുത്, ഇങ്ങനെ ഇതിൻ്റെ ഏറ്റക്കുറച്ചിലുകൾ ആ തിരമാലകളെപ്പോലെ, സമുദ്രത്തിലെ തിരമാലകളെപ്പോലെ സാധാരണക്കാരായ നമ്മുടെ ഉള്ളിലൊക്കെ ഉണ്ടാവും. പക്ഷേ വസിഷ്ഠൻ മുതലായിട്ടുള്ള മഹാത്മാക്കൾ അവരുടെ ഉള്ളിൽ ഇത്തരത്തിലുള്ള കാര്യങ്ങൾ, അല്ലെങ്കിൽ നിമി മുതലായിട്ടുള്ള ധർമ്മജ്ഞരായിട്ടുള്ളവരുടെ ഉള്ളിൽ ഇത്തരത്തിലുള്ള ത്രിഗുണങ്ങൾ, സത്വരജതമോ ഗുണങ്ങളുടെ ഏറ്റക്കുറവുകൾ ഉണ്ടാവുന്നത് അത് ആ ദൈവത്തിൻ്റെ നിശ്ചയപ്രകാരം നടക്കണു എന്ന് മനസ്സിലാക്കണം. ആ ഭഗവത് നിശ്ചയപ്രകാരം, ദേവിയുടെ നിശ്ചയപ്രകാരം അവരിൽ ഇതിൻ്റെ പ്രഭാവം ചില സമയത്ത് കൂടുകയോ കുറയുകയോ ചെയ്യുന്നതായിട്ട് നമുക്ക് കാണാം എന്നുള്ളതിനെ അവിടെ സാധാരണ രീതിയിൽ പറഞ്ഞു. കാമക്രോധാദികളോടെയാണ് രാജാക്കന്മാരെ രാജ്യം ഭരിക്കുന്നത്. അതുപോലെ ലോഭ അഹങ്കാരാദികളോട് കൂടിയവരായിട്ടാണ് മുനിമാർ ദുശ്ചരമായ തപസ് ചെയ്യുന്നത്. സത്വപ്രധാനമാണോ ആ ധർമാചരണം എന്ന് ചോദിച്ചാൽ മുഴുവനുമാണ് എന്നും പറയാൻ കഴിയില്ല. തപസ് എന്തിനാ ചെയ്യുന്നത് എന്ന് ചോദിച്ചിട്ടുണ്ടെങ്കിൽ, പലരും മോക്ഷത്തിന് വേണ്ടി, മുക്തിക്ക് വേണ്ടി തപസ് ചെയ്ത് ഭഗവാൻ പ്രത്യക്ഷമായിട്ടുണ്ടെങ്കിൽ ഭഗവാനിൽ നിന്നും ആ അനുഗ്രഹം മേടിച്ച് മുക്തിപദത്തിലേക്ക് പോകുന്നുണ്ട്. പക്ഷേ എല്ലാവരും അങ്ങനെയാണോ എന്ന് ചോദിച്ചാൽ പലരും ആ തപസ്സുകൊണ്ട് അവരുടെ ശക്തി വർദ്ധിപ്പിക്കണം, തപസ്സുകൊണ്ട് ദേവന്മാരെ പ്രസാദിപ്പിക്കണം, അവരിൽ നിന്നും പല വരങ്ങൾ ചോദിച്ച് മേടിക്കണു. ആ തപശക്തി അവരിലുണ്ട്. ആ തപശക്തി കൊണ്ട് ചിലപ്പോൾ ഈ സത്വരജ തമോ ഗുണങ്ങൾക്ക് അധീനരായിക്കൊണ്ട് അവരെ പ്രവർത്തിക്കുകയും ചെയ്യുന്നുണ്ട് എന്ന് പറയാണ്. അതുകൊണ്ട് ഹേ രാജൻ, രജോ ഗുണം മൂടിയവരാണ് ക്ഷത്രിയന്മാര്. ബ്രാഹ്മണർക്കും എല്ലാവരും സത്വഗുണം തന്നെയാണോ എപ്പോഴെന്ന് പറഞ്ഞാൽ അവരിലും ഈ രജോ തമോ ഗുണങ്ങൾ കാണാൻ കഴിയുന്നുണ്ട്. ശുദ്ധ സത്വഗുണം എപ്പോഴും ഉള്ളതായിട്ട് ആരും തന്നെ കാണാൻ കഴിയുന്നില്ല. വസിഷ്ഠ മഹർഷിയെ നിമി ശപിച്ചു. ആ നിമി മുനിയെയും
ശപിച്ചു. അതികഠിനമായ ദുഃഖം വിധിഫലത്താൽ ഇരുവർക്കും അനുഭവിക്കേണ്ടി വന്നു എന്ന് പറയുകയാണ്. ആദ്യം ആ ശപിക്കാനുണ്ടായിട്ടുള്ള കാരണം എന്താണ്? ഇപ്പം നമുക്ക് കാരണമായിട്ട് ഒന്ന് തോന്നാം അല്ലെ. ഇപ്പം രണ്ടുപേര് ചണ്ട കൂടി, എന്തിനാ ഇപ്പം ചണ്ട കൂടിയത്, എന്തിനാ ഇപ്പം തല്ലിയത്, അല്ലെങ്കിൽ എന്തിനാ ഇപ്പം കൊന്നത്, അല്ലെങ്കിൽ എന്തിനാ അങ്ങനെയുള്ള കുറ്റവാക്കുകളൊക്കെ വേണ്ടാത്ത വാക്കുകളൊക്കെ പറഞ്ഞത് എന്ന് പറഞ്ഞാൽ അതിനൊരു കാരണമുണ്ട്. ആ ക്ഷോഭം, അത്തരത്തിലുള്ള ഒരു സന്ദർഭമുണ്ടാവാൻ, ക്രോധമുണ്ടാവാൻ ഒരു കാരണമുണ്ടാവും, ഇല്ലാതെ കണ്ടിരിക്കില്ല, അതുണ്ട്. പക്ഷേ എന്തുകൊണ്ടാണ് അത് ഉണ്ടാവുന്നത് എന്ന് പറഞ്ഞാൽ അതിനുള്ള മൂല കാരണം നമ്മളിലുള്ള ഈ സത്വരജ തമോ ഗുണങ്ങളാണ്. ഈ ഗുണങ്ങളെ നമ്മുടെ ഉള്ളിലുള്ള ഇത് കാരണം കൊണ്ട് ചില പ്രത്യേക സമയത്ത്, സന്ദർഭത്തെ ചില ഗുണങ്ങൾ അത് പ്രകടമായിട്ട്, കൂടുതൽ പ്രകടമായിട്ട് അത് പുറത്തേക്ക് വരുന്നു. അത് കൂടുതൽ പ്രകടമായിട്ട് പുറത്തേക്ക് വരുന്ന സമയത്ത് സത്വഗുണമാണ് കൂടുതൽ പ്രകടമായിട്ട് പുറത്തേക്ക് വരുന്നത് എന്ന് പറഞ്ഞാൽ നമ്മൾ നല്ല കാര്യങ്ങളൊക്കെ ചെയ്യണു. രജോ ഗുണങ്ങളാണ് കൂടുതൽ പ്രകടമായിട്ട് വരുന്നത് എന്ന് പറഞ്ഞിട്ടുണ്ടെന്നുണ്ടെങ്കിൽ സ്വാർത്ഥമായിട്ടുള്ള ചിന്തകൾ പലതും സമ്പാദിക്കാനുള്ള കാര്യങ്ങൾ പുറത്തേക്ക് വരണു. തമോ ഗുണമാണ് കൂടുതലായിട്ട് വരുന്നത് എന്ന് പറഞ്ഞാൽ ആ സമയത്താണ് ക്രോധം മുതലായിട്ടുള്ളതെല്ലാം ഉണ്ടാവുന്നത് എന്ന് പറയുകയാണ്. ദ്രവ്യശുദ്ധി, ക്രിയാശുദ്ധി, ഉജ്ജ്വലമായ ചിത്തശുദ്ധി, ഈ മൂന്നും ത്രിഗുണാത്മകമായ ഈ ലോകത്ത് പ്രാണികളിൽ ദുർലഭമാണ് എന്ന് മാത്രമല്ല അത് മാറിയും മറഞ്ഞും ഇരിക്കണു, വന്നുകൊണ്ടും പോയിക്കൊണ്ടും ഇരിക്കണു എന്നർത്ഥം. അതാണ് പരാശക്തിയുടെ, ദേവിയുടെ പ്രഭാവം എന്ന് പറയുന്നത്. ദേവിയുടെ മായ എന്ന് പറയുന്നത്, ദേവിയുടെ പ്രഭാവം എന്ന് പറയുന്നത് ഇത് തന്നെയാണ്. എന്ത്? ത്രിഗുണങ്ങള് നമ്മളിൽ ഏറിയും കുറഞ്ഞും കാലാകാലങ്ങളിൽ പല സമയത്തും ഉണ്ടാകുന്നുണ്ട്. ത്രിഗുണാധിഷ്ഠിതമാണ് ഈ പ്രകൃതി, ഈ ലോകം, പ്രപഞ്ചം. നമ്മളെല്ലാവരും ആ ത്രിഗുണങ്ങൾ മായയ്ക്ക് അധിഷ്ഠിതമാണ്, മായ ദേവിക്ക് അധിഷ്ഠിതമാണ് എന്നുള്ളത് കൊണ്ട് ഇത് ദേവിയുടെ, പരാശക്തിയുടെ പ്രഭാവമാണ് എന്ന് മനസ്സിലാക്കണം. ഇതിനെ ആർക്കും തന്നെ ലംഘിക്കാൻ കഴിയില്ല. ദേവിയുടെ അനുഗ്രഹം വേണമെന്ന് ആഗ്രഹിക്കുന്നവനെ അവൾ വേഗം ഇതിൽ നിന്നും മുക്തനാക്കും എന്ന് മാത്രമേ ഉള്ളൂ. അപ്പോൾ ഇതിൽ നിന്നും നമുക്ക് ഈ ത്രിഗുണങ്ങളിൽ നിന്നും, ഈ ത്രിഗുണങ്ങളുടെ പ്രഭാവത്തിൽ നിന്നും മുക്തമാവണം എന്നുണ്ടെങ്കിൽ ത്രിഗുണങ്ങൾ ആ മായയുടെ അധീനത്തിലാണ് ഇരിക്കുന്നത് എന്നതുകൊണ്ട് ആ മായയിൽ നിന്നും നമുക്ക് മുക്തരാകണം. അങ്ങനെ ആ മായയിൽ നിന്നും മുക്തരാകണം എന്നുണ്ടെങ്കിൽ മായ ആരുടെ അധീനത്തിലാണോ ഇരിക്കുന്നത് അവരെ നമ്മൾ ആശ്രയിക്കണം. മായ ദേവിയുടെ അധീനത്തിൽ ഇരിക്കണോ എന്ന കാരണം കൊണ്ട് ഇതിൽ നിന്നും മുക്തരാവാൻ ദേവിയെ ആശ്രയിക്കുക എന്നുള്ളത് മാത്രമേ ഏക മാർഗമുള്ളൂ. അങ്ങനെ ദേവിയെ ആശ്രയിച്ച് ദേവിക്ക് നമ്മളിൽ കരുണയും അനുകമ്പയും ഉണ്ടാകുന്ന സമയത്ത് ദേവി നമ്മളെ അനുഗ്രഹിക്കണു. ആ ദേവിയുടെ അനുഗ്രഹപ്രകാരം മായ നമ്മളെ ബാധിക്കുന്നില്ല. മായ ബാധിക്കാതെ വരുമ്പോൾ ത്രിഗുണങ്ങൾ നമ്മളെ ബാധിക്കാതെ കണ്ട് ഈ ത്രിഗുണങ്ങളിൽ നിന്നും മായയിൽ നിന്നും നമ്മൾ മുക്തരാവണു രാജൻ. ഇത് മാത്രമാണ് ഏക മാർഗം. ഈ ത്രിഗുണങ്ങളിൽ നിന്നും, ഈ മായയുടെ പ്രഭാവത്തിൽ നിന്നും രക്ഷപ്പെടാനുള്ള ഏകമാർഗം അത് മാത്രം തന്നെയാണ് എന്നിവിടെ പറയുകയാണ് വ്യാസൻ. സമയം കഴിഞ്ഞതുകൊണ്ട് നമുക്ക് നാളെ ബാക്കി ഭാഗങ്ങളെ അവലോകനം ചെയ്തുകൊണ്ട് മുന്നോട്ട് പോകാം. ഇന്നിവിടെ